അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, മഹാനായ മൗലാന പേരോട് ഉസ്താദ് അതൊരു സംഭവം തന്നെയാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു വാക്കുകൾ, അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ വാക്കുകൾ ഇന്നേ വരെ തിരുത്തേണ്ട ഒരവസരം വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു വലിയ പണ്ഡിതനാണ് മഹാനായ മൗലാന പേരോട് ഉസ്താദ്. ഉസ്താദ് അവറുകൾ ഒരു ഉദാഹരണം പറഞ്ഞ ആ ഉദാഹരണം എടുത്തിട്ട് പറയുന്ന വിഷയങ്ങൾ കുഴഞ്ഞ വാപ്പയോട് ഉപമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, കുഴഞ്ഞു കിടക്കുന്ന ഒന്നിനും കഴിയാത്ത വാപ്പയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉപമിച്ചു എന്ന് പറഞ്ഞ് കോട്ടിമാറ്റിക്കൊണ്ട് കുരുവട്ടൂരികൾ മഹാനായ മൗലാന പേരോട് ഉസ്താദിൻ്റെ പ്രസംഗം കട്ട് ചെയ്തെടുത്ത് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. കുറേ ആളുകളിൽ അത് എത്തുന്നുണ്ട്. പക്ഷേ സുന്നത്തെ ജമാഅത്തിൻ്റെ മക്കളാരും തെറ്റിദ്ധരിക്കുകയില്ല. ഏതായാലും നൗഷാദ് മുറിച്ചിട്ട അതേ ക്ലിപ്പൊന്ന് കേട്ടു നോക്കൂ. ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ, ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു, ബാപ്പ എനിക്കൊരു വീടുണ്ടാക്കി തരണം. ഇത് കുരുവട്ടൂരികൾ ആകെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലിപ്പാണ്. അപ്പോൾ ഇതൊന്ന് ശരിക്ക് കേൾക്കണം കേട്ടോ. കല്ല് പൊക്കാൻ അയാളെ കൊണ്ട് കഴിയൂല, മരം എടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല, അയാൾക്ക് ആശാരിപ്പണി അറിയില്ല, അതേ പടവിൻ്റെ പണി അറിയില്ല. അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. അല്ലേ? ഇത് ഇവർ പ്രചരിപ്പിക്കുന്നത് മാത്രമായിട്ട് എടുത്തുള്ളത്. ഇവർ കട്ട് ചെയ്തിട്ട് സുനീറിനെ പോലത്തെ ഓരോരുത്ത മറ്റേ പോലെ ഗ്രൂപ്പിലുള്ള പോക്കണ ഒരാളുണ്ട്. വലിയ സാധനമാണ് ഈ പോക്കാൻ പറ്റടി എന്നൊക്കെ പറഞ്ഞു കണ്ടുള്ള ഒരാളുണ്ട്. ആര്? സുനീർ പറഞ്ഞിട്ട് ചങ്ങായി. ഓനാണ് ഈ ക്ലിപ്പ് എനിക്ക് വിട്ടു തന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഇവർ കുരുവട്ടൂരികൾ പ്രചരിപ്പിക്കുന്ന ക്ലിപ്പാണ്. അപ്പോൾ ആ ക്ലിപ്പിൽ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ പേരോട് ഉസ്താദ് പറയുന്ന വിഷയം മനസ്സിലാക്കി നിങ്ങൾ? ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലായോ? എല്ലാ വാപ്പയിൽ നിന്നുള്ള ഒരു പൊരുത്തം വാങ്ങുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ വാപ്പയിൽ നിന്നുള്ള പൊരുത്തം വാങ്ങുക, വാപ്പയിൽ നിന്ന് ഒരു പൊരുത്തം വാങ്ങുക. ഒന്നിനും കഴിയാത്ത വാപ്പ, കട്ടിലിൽ നിന്ന് കിടക്കണോടത്തുനിന്ന് എണീക്കാൻ കഴിയാത്തൊരു വാപ്പ. ആ വാപ്പ കട്ടിലിൽ കിടക്കാണ്, എണീക്കാൻ ആ വാപ്പാക്ക് വയ്യ. ഇപ്പം എൻ്റെ ഉദാഹരണം എൻ്റെ വാപ്പയായിക്കോട്ടെ. എൻ്റെ വാപ്പാക്ക് തീരെ കട്ടിലിൽ നിന്ന് എണീക്കാനും വയ്യ, ഒന്നിനും വയ്യ. ആ സമയത്താണ് ഞാൻ എൻ്റെ വാപ്പയോട് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നൊരു വീടുണ്ടാക്കണ കാര്യം. ആ വാപ്പയിൽ നിന്നുള്ള പൊരുത്തം വാങ്ങുകയാണ് എന്നുള്ള പറയണത്. ഇടപെടണം, വാപ്പ ഇടപെടണം. വാപ്പ അതിനു വേണ്ടിക്കൊണ്ടുള്ള സഹായ സഹകരണങ്ങൾ എന്താണോ അത് ചെയ്തു തരണം. വാപ്പയുടെ പൊരുത്തം വേണം എന്നല്ലേ കൂട്ടരെ ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി അതുമായി ബന്ധപ്പെട്ട് ഉസ്താദ് അവറുകൾ ഏത് പറയുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ബന്ധപ്പെടുത്തുന്നുണ്ട്. അതും കൂടി ഒന്ന് കേട്ടോക്കാം. ഇതുപോലെ നബി തങ്ങളോട് പറയാണ്, ഓ നബിയെ, തങ്ങൾ വീട്ടിൽ തരാൻ, അതായത് അള്ളാഹു എൻ്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ തുഖ്ദാലി എന്നും വായിക്കാം. അല്ലേ? എന്ത് മനോഹരമായ വാക്കാണ് ആ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എൻ്റെ കാര്യങ്ങൾ വീട്ടിൽ തരാൻ വേണ്ടിക്കൊണ്ട്, ഇടപെടാൻ വേണ്ടിക്കൊണ്ട് ആവശ്യപ്പെടണം. ആയിക്കോട്ടെ, ഇനെന്താ? അങ്ങനെ തന്നെയല്ലേ? നമ്മുടെ രാജാവ് ആരാണ്? നമ്മുടെ റബ്ബ് ആരാണ്? അള്ളാഹു ആണ്. അപ്പോൾ അള്ളാഹുവിനോട് നിങ്ങളൊന്ന് ഇടപെടണം, അള്ളാഹുവിൽ നിങ്ങളൊന്ന് ഇടപെടണം. എൻ്റെ കാര്യങ്ങൾ വീട്ടിൽ തരാൻ നിങ്ങൾ അള്ളാഹുവിനൊന്ന് ഇടപെടണം എന്ന് പറഞ്ഞതിൽ എന്താ കൂട്ടർ ഇവിടെ തെറ്റ്? എന്താ ഇവിടെ തെറ്റ്? എന്നിട്ട് ഇവർ ഇങ്ങനെ നടന്ന് പറയാം, എന്തിനാ ഇടപെടണം എന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേർക്ക് നേരെ തന്നെ ചെയ്തൂടെ? നേർക്ക് നേരെ ചെയ്യാം. പക്ഷേ ഇവിടെ പറഞ്ഞത് എന്താണ്? ഇടപെടണം എന്ന് പറഞ്ഞു. ഈ ഇടപെടണം എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താ കൂട്ടരെ? എന്താ ഇവിടെ കൂട്ടർ? അത് കരുതിയിട്ട് പിന്നെ നേർക്ക് നേരെ ചെയ്യാൻ കഴിയൂല എന്നതിനർത്ഥമല്ലല്ലോ. അങ്ങനത്തെ ഒരു അർത്ഥം വെക്കുന്നൊരു വാക്കവിടെ വന്നിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്താണ് ആവശ്യപ്പെടുന്നത്? എൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പൂർത്തിയാക്കി തരാൻ വേണ്ടിക്കൊണ്ട്
ഇടപെടണം. ആരോട് ഇടപെടണം? അള്ളാഹുവിനോട് ഇടപെടണം. നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ഒന്ന് ഇടപെടണം, അള്ളാഹുമായി കൊണ്ടുള്ള ആ കാര്യത്തിൽ നിങ്ങളൊന്ന് ഇടപെടണം എന്ന് ആരോട് പറയണേ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു. എന്തായാലും പ്രശ്നം, എന്തായാലും പ്രശ്നം? പിന്നെ കുഴഞ്ഞു കിടക്കുന്ന വാപ്പ എന്ന് പറഞ്ഞു കൊടുത്താണോ പ്രശ്നം? കുഴഞ്ഞു കിടക്കുന്ന വാപ്പ എന്ന് പറഞ്ഞു കൊടുത്ത് അവിടെയാണ് ആ ഉദാഹരണം പറഞ്ഞിട്ടുള്ളത്. അവിടെ എന്ത് ചെയ്തു? അങ്ങനത്തെ ഒരു വാപ്പ, തീരെ എണീക്കാൻ വയ്യാത്ത ഒരു വാപ്പാനോട് ആവശ്യപ്പെടുമ്പോൾ, എന്നിട്ട് ഇവൻ്റെ ഈ ഉദാഹരണം പറഞ്ഞു കൊടുത്താണെങ്കിൽ, ഇവൻ ഈ രണ്ട് ഉദാഹരണത്തിനെയും കോട്ടി മാറ്റിയിട്ടാണ് ഇവൻ്റെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുഴഞ്ഞു കിടക്കുന്ന വാപ്പയിലേക്ക് ഉപമിച്ചു എന്നാണെങ്കിൽ, നൗഷാദേ എന്നാ നമുക്കൊന്ന് നോക്കുക, ഇജ് പറഞ്ഞ ആ വിഷയം നമുക്കൊന്ന് നോക്കുക. എൻ്റെ വിഷയം ഒന്ന് പോസ്റ്റ്മോർട്ടം നമുക്ക് ചെയ്യാലോ? പോകാൻ പറ്റും നൗഷാദ് ഒന്ന് എത്തേ. പിന്നെ അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് പേരോട്. അതെന്താ? ഷഹർ മുബാറക്കിനെ ആദരിക്കാൻ, സ്വീകരണം നൽകാൻ, അതിനെ നോക്കാൻ ഏത് സംഘടന പറഞ്ഞിട്ടാണ്? എങ്ങനെ? അള്ളാന്റെ ഹബീബിനെ ആദരിക്കണമെങ്കിൽ ഇവന്റെ സംഘടന പറയണത്രേ. ആ സംഘടന ഞങ്ങൾക്ക് ആവശ്യമില്ല. കക്കൂസ് പോകണമെങ്കിൽ സംഘടന പറയണം. അപ്പൊ ഇവന്റെ ഉദാഹരണങ്ങൾ കേട്ടോ. ഷഹർ മുബാറക്കിന്റെ വിഷയവുമായി കൊണ്ട് നാട് നിങ്ങളെ നടക്കായിരുന്നു. ഇപ്പം പറഞ്ഞ് പിന്നെ അതന്നെ പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ ഇപ്പം ഈ നടക്കുന്ന മാതിരിയല്ല. ഇപ്പം ഈ നടക്കുന്ന മാതിരി ഇങ്ങനെ കവലകളായ കവലകളിൽ മുഴുവനും ഷഹർ മുബാറക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ട പിന്നെ എന്തിനാ അതിട്ട് നടക്കണം? എല്ലാവർക്കും അറിയാലോ, പിന്നെ പറയണോല് പറഞ്ഞോട്ടേക്കണം. അങ്ങനെ ഷഹർ മുബാറക്കിൻ്റെ ഇതേറ്റ് കവലകളായ കവലകളിലൂടെ നടന്നപ്പോൾ ഇവനെ പേരോട് ഉസ്താദ് പറഞ്ഞു. ഏത് സംഘടന പറഞ്ഞിട്ടാണ് അത് ഇതായിട്ട് നടക്കുന്നത്? ആരാനോട് ഇതായിട്ട് നടക്കാൻ പറഞ്ഞത്? ഈ വിഷയവും പറഞ്ഞുകൊണ്ട് ആരാ നടക്കാൻ പറഞ്ഞത്? ആരെങ്കിലും പറഞ്ഞിട്ടാണോ എന്ന് പറഞ്ഞപ്പോൾ ഒപ്പം പറയാം, ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഷഹറിനെ ആദരിക്കാൻ സംഘടനൻ്റെ ആവശ്യമല്ല എന്ന് പറഞ്ഞ ഉടനെ പിന്നപ്പം പറയണത് എന്താ അറിയോ? കക്കൂസ് പോകാൻ സംഘടന വേണോ? അപ്പോൾ ഈ ഷഹർ മുബാറക്കിലേക്കോ ഉപമിച്ച് പറഞ്ഞ എന്താണ്? ഷഹർ മുബാറക്ക് എന്താ? അള്ളാഹിൻ്റെ ഷഹറാ. അപ്പോൾ അള്ളാഹിൻ്റെ ഷഹറിനെ അത് പറഞ്ഞുകൊണ്ട് നടക്കാൻ ഞങ്ങൾക്ക് സംഘടനയും വേറൊന്നും വേണ്ട, അതുപോലെ ഞങ്ങൾക്ക് കക്കൂസ് പോകാനും സംഘടനയും വേറൊന്നും വേണ്ട. അപ്പോൾ ഈ ഷഹറിലേക്ക് ആണ് എന്ത് ചെയ്തത്? ഇവൻ്റെ ഈ കക്കൂസ് പോക്ക് വെച്ച് ചേർത്തത്. നിങ്ങൾ നോക്കി, ഈ ഷഹറിനെ, ഈ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഷഹറിനെ, ആ ഷഹറിനെ ഇവൻ കക്കൂസിലേക്കാണ് ചേർത്തത്. അത്രയും റസൂലുള്ളാഹിനെ നിന്ദിച്ചവൻ ആയിപ്പോയി നൗഷാദ്. അത്രയും റസൂലുള്ളാഹിനെ നിന്ദിച്ചവനായി. എന്തിനു വേണ്ടിയിട്ടാണിത്? പേരോട് ഉസ്താദിനോടുള്ള വെറുപ്പ്, സംഘടനയോടുള്ള വെറുപ്പ്. ആ വെറുപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഹറിനെ വെച്ചുകൊണ്ട് അത് കക്കൂസിലേക്ക് വരെ ചേർത്ത് പറഞ്ഞ വൃത്തികെട്ടവൻ ഇന്ന് ലോകത്തുണ്ടെങ്കിൽ ഇവനല്ലാതെ ആരാ കൂട്ടരെ വൃത്തികെട്ടവനുള്ളത്? ഈ നൗഷാദല്ലാതെ വൃത്തികെട്ടവൻ, ലോകത്ത് ഏറ്റവും വലിയ ശൈത്താൻ, ലോകത്ത് വെച്ച് ഏറ്റവും വലിയ ഇബിലീസ്, ലോകത്ത് വെച്ച് ഏറ്റവും വലിയ പേച്ചവൻ, ലോകത്ത് വെച്ച് ഏറ്റവും വലിയ ഇബ്നു തൈമിയ എന്നൊക്കെ ഇവനെ വിശേഷിപ്പിക്കാം. ഇതൊക്കെ നിറഞ്ഞ ആള് നൗഷാദല്ലാതെ വേറെ ആരാ കൂട്ടരെ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയും. നമ്മളെ റസൂലുള്ളാഹ്, ലോകത്തിൻ്റെ നേതാവ്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഹറിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് ഇവൻ ഉപമിച്ചു പറഞ്ഞത് കക്കൂസിലേക്ക് പോകുന്നതാണ്. കക്കൂസിൽ പോകലും ഷഹർ മുബാറക്കും ഒരേ മാതിരിയാണോ? ഒന്നാണോ? പറയാൻ ധൈര്യമുണ്ടോ നൗഷാദേ? എനിക്ക് അതിന് മറുപടി പറയാൻ ധൈര്യമുണ്ടോ? എനിക്ക് പറയാൻ ധൈര്യം ഉണ്ടാവും. കാരണം എന്തെങ്കിലുമൊക്കെ പറയും, വിളിച്ചു കണ്ട് പറയും. എന്തെങ്കിലും വിളിച്ചു കാണിച്ച് പറയാതെക്കൂല. നോക്കാണ് നിങ്ങൾ. എന്നിട്ട് ഓനാ വലിയ ബടായും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പോടാ അവിടുന്ന്. ആ പറച്ചിലിനെയാണ്, ആ പറച്ചിലിനല്ലേ ഞങ്ങളും പറയുന്നത്.
ആ പറച്ചിലിനെയാണ്, ഏത് പറച്ചിലിനോട് പാപ്പ വീടുണ്ടാക്കി തരണം എന്ന് പറയുന്ന പറച്ചിലും ഹബീബായ തങ്ങളോടുള്ള പറച്ചിലും ഒരുപോലെയാണ്. ഏത് വിഷയത്തിൽ? ചെയ്തു തരാൻ പറ്റൂല എന്നുള്ള വിഷയത്തിൽ. ആ പറച്ചിലിനെ തന്നെ ഞങ്ങൾ പറയണതേ, ആ പറച്ചിലിനെയാണ് പറയണത്, ആ പറച്ചിലിനെ തന്നെയാണ് പറയണത്. അങ്ങനെ നോക്കിയപ്പോ ഹബീബായ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഒന്നിനും കഴിയാത്ത ബാപ്പയോട് ഉപമിക്കുകയാണ് പേരോട്. നിന്റെ നീ പറയുന്നത് യഥാർത്ഥ ഒരു രൂപമാണെങ്കിൽ ഒന്നിനും കഴിയാത്ത ഒരാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരോട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മോനെ നൗഷാദേ, അള്ളാന്റെ ഷഅർ മുബാറക്കിനെ നീ കക്കൂസിലേക്കാണ് ചേർത്തി പറഞ്ഞത് കേട്ടോ. കക്കൂസിലേക്കാണ് നീ ചേർത്തി പറഞ്ഞത്. എന്തു പറയുന്നു നീ? നിനക്കെന്തു പറയാനുണ്ട്? പൊന്മളയുടെ അടിത്തറ ഞങ്ങൾ തകർത്തിരിക്കും. അയാളെ മുള ഞാൻ നുള്ളൂ എന്നല്ലേ പറഞ്ഞ്? പൊന്മള അവന്റെ മുള ഞാൻ നുള്ളൂ എന്ന് പറഞ്ഞു. പൊന്മള ഉസ്താദിന്റെ അടുത്തേക്ക് എത്തിയിട്ടോ. പൊന്മളയുടെ അടിത്തറ അളക്കിയിരിക്കും. 2013 തുടങ്ങിയ ഞങ്ങൾ അളക്കല്. നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല മോനെ, ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നോ ഒന്നും ചെയ്യാൻ കഴിയില്ല. പണ്ട് സക്കരിയ സ്വലായി എന്ന മാതിരി നല്ലൊരു കാളനങ്ങനെ കൊടുന്ന് കെട്ടി, നല്ലൊരു പശുവിനെയും കൊടുന്ന് കെട്ടി. പശുവിനെ കണ്ടപ്പോൾ കാളൊക്കെ കയറണം എന്നിങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷേ കയറാൻ നോക്കുമ്പോൾ കൈ പൊന്തൂല. കാരണം കൈ പൊന്താതിരിക്കാൻ കാരണം ഉടച്ചുപോയി. കൈ പൊന്താതിരിക്കാൻ കാരണം ഉടച്ചപ്പോൾ പിന്നെ കൈ ഇങ്ങോട്ട് പൊന്തണില്ല. ഏത് മേലൊക്കെ കയറി കിട്ടണ്ടേ, നേരിത് ശരിയാക്കാൻ പറ്റുള്ളൂ. അതിന് മേലൊക്കെ കയറണമെങ്കിൽ കൈ പൊന്തണില്ല. കാരണം കൈ പൊന്താതിരിക്കാൻ കാരണം ഉടച്ചുപോയി. നിങ്ങളിത് മൊത്തം ഉടച്ചിക്കണേ, നിങ്ങളെ കൊണ്ട് കഴിയില്ല. വെറുതെ വലിയ വടായും പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുക, സ്റ്റേജ് ഇങ്ങോട്ട് കിട്ടിയ മൈക്കിൻ്റെ മുന്നിൽ കടന്നിട്ട് ഇങ്ങനെ ചാവുക. ഇത് പൊതുജനങ്ങൾ കേൾക്കുന്നുണ്ട്, സമൂഹം കേൾക്കുന്നുണ്ട്, അമുസ്ലിമീങ്ങൾ കേൾക്കുന്നുണ്ട്, അല്ലാത്ത നിരീശ്വരവാദികളും കേൾക്കുന്നുണ്ട്. അവരൊക്കെ അത് മുസ്ലിമീങ്ങളെ തല്ലാനുള്ളൊരു വടിയാക്കുകയാണ്. അപ്പോൾ വെറുതെ തലയിക്കെട്ടും കെട്ടിക്കാണ്ട് വെറുതെ ഇതുകൊണ്ട് കാര്യമല്ല മോനെ, ഒരു കാര്യമല്ല. പറഞ്ഞ പോലെ നടക്കുന്ന ഒരു കാര്യമല്ല. നല്ല സുന്നത്തമായത്തിൻ്റെ വല്ല വിഷയവും പറഞ്ഞ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ നോക്കുക. നല്ലോണം തൗബ ചെയ്തിട്ട് മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുര ഉസ്താദിൻ്റെ അടുത്ത് ചെന്ന് കാലുടിച്ച് കാണ്ട്, പേരോട് ഉസ്താദിൻ്റെ അടുത്ത് ചെന്ന് കാലുടിച്ച് കാണ്ട്, പിന്നെ പൊന്മള ഉസ്താദിൻ്റെ അടുത്ത് ചെന്ന് ഖലീൽ തങ്ങളുടെ അടുത്തൊക്കെ ചെന്ന് കാലുടിച്ച് കാണ്ട് പൊരുത്തപ്പെടിച്ച് കാണ്ട് സുന്നത്തമായത്ത് പറയാൻ പറ്റുമോ നോക്ക്.